നിർമ്മാതാവും സംവിധായകനുമായ മമ്മി സെഞ്ചുറിയുടെ 25ാമത്തെ സിനിമയുടെ പൂജ ദുബൈയിൽ നടന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ട സിനിമയിലെ നായക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക പുതുമുഖങ്ങളാണ്. ദേവൻ, റഫീഖ് ചൊക്ലി തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും. നാട്ടിൽ ചിത്രീകരിക്കുന്ന സിനിമയിലെ ചില ഗാനരംഗങ്ങൾ ദുബൈയിൽ ചിത്രീകരിക്കും. മമ്മിക്കയുടെ എത്രാമത്തെ സിനിമയാണിത്? ഈ സിനിമയുടെ പ്രത്യേകത എന്താണ്? ഇതെൻ്റെ 25ാമത്തെ സിനിമ. 25ാമത്തെ സിനിമ. ഞാൻ സംവിധാനം ചെയ്യുന്ന 10ാമത്തെ സിനിമ. അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് തന്നെ. നമ്മളൊക്കെ ചെറുപ്പം മുതൽ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു 4 ആൺകുട്ടികളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. അവർ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല, അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന 4 കൂട്ടുകാർ. അവരൊരു സിറ്റിയിൽ താമസിക്കുന്നു. അതേ സിറ്റിയിൽ താമസിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവരെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. എന്നാൽ അതിൽ പിന്നെ കുറച്ച് സസ്പെൻസാണ് ഇതിൽ. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണെന്ന് പറയാം. ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു പോലീസ് സ്റ്റോറിയെ ശരിക്കും ബേസ് ചെയ്തുകൊണ്ടുള്ള കഥ തന്നെയാണ്. അപ്പോൾ ഇത് ഇവരൊരു ടൂറ് പോകുമ്പോൾ റിസോർട്ടിൽ വെച്ചുണ്ടാകുന്ന ഒരു സംഭവത്തിൽ ഒരു സ്ത്രീ അവിടെ കൊല്ലപ്പെടുകയും അങ്ങനെ അതിന് അന്വേഷണത്തിന് വേണ്ടി നമ്മുടെ നടൻ ദേവൻ, അതുപോലെ റഫീഖ് ചൊക്ലി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കുറ്റാന്വേഷണവും അവസാനം പ്രതിയെ കണ്ടുപിടിക്കുന്നതുമാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. അത് വളരെ ത്രില്ലിംഗ് ആയിട്ട് ഒരുപാട് ട്വിസ്റ്റുകളോടുകൂടി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ, ഫ്രണ്ട്ഷിപ്പിലൂടെ. ആദ്യം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങുന്നു, പിന്നെ അതൊരു ത്രില്ലിംഗ് സബ്ജക്റ്റിലേക്ക് മാറുന്നു. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഗൾഫിലാണ് ഇതിൻ്റെ പൂജ നടക്കുന്നത്. ഈ ഗൾഫായിട്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗൾഫിലാണോ ചിത്രീകരണം? ഗൾഫായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് സുൽഫി. ഈ സുൽഫി മീഡിയയിൽ വെച്ച് ഇതിൻ്റെ ഒരു പൂജ നടത്തണമെന്ന് സുൽഫിയുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വച്ചത്. പിന്നെ എന്നെ സംബന്ധിച്ചും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ചിത്രത്തിൻ്റെ തുടക്കം തന്നെ അത് ദുബായിൽ വെച്ച് നടക്കുക എന്നുള്ളത് ഏതൊരാൾക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ച് ചെയ്തത്. പിന്നെ ഇതിൽ ഒരു പാട്ട് സീൻ, ഒരു ഗാന ചിത്രീകരണം ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ പുതുമുഖങ്ങളാണ് കൂടുതൽ അഭിനയിക്കുന്നത്, പക്ഷേ പഴയ മുഖങ്ങളുമുണ്ട്. ദേവനുണ്ട്, സ്പടികൻ ജോർജ് ഉണ്ട്, അതുപോലെ മുഖപരിചയമുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. അതോടൊപ്പം പുതുമുഖങ്ങളും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങളാണ്. ദേവൻ്റെ കഥാപാത്രവും സ്പടികത്തിൻ്റെ കഥാപാത്രവും ഒക്കെ പ്രാധാന്യമുള്ള തന്നെയാണ്, പക്ഷേ നായകന്മാർ പുതുമുഖങ്ങളാണ്. ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്താണ്? ഇതിപ്പോൾ എത്രാമത്തെ സിനിമയായിട്ടാണ്? എൻ്റെ 21ാമത്തെ സിനിമയാണ്. എനിക്ക് സെഞ്ച്വറി ഫിലിംസിൻ്റെ തന്നെ 8-9 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആണ് ഈ സിനിമയുടെ പേര്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ഫ്രണ്ട്ഷിപ്പാണ്. കോളേജിനപ്പുറവും ജോലി ചെയ്യുന്നവരിലും ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അത്തരം ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ, ലേഡീസായാലും ജെൻസായാലും ആ ഫ്രണ്ട്ഷിപ്പുകളും അവിടെ നടക്കുന്ന ധാരണമായൊരു സംഭവം, അതിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പുതുമയാർന്ന ഒരു ചിത്രമാണ്. ഞാൻ കഥ കേട്ടപ്പോൾ, ഒരു മമ്മി സെഞ്ചുറി കഥ പറഞ്ഞപ്പോൾ വളരെ ഒരു ഫ്രഷായിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നി. അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ CI ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് തന്നെ 1-2 സിനിമയിൽ പോലീസ് ഓഫീസറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും, ആ അഭിനയം കണ്ടുകൊണ്ടായിരിക്കും ഇതിലും എന്നെ തന്നെ സജസ്റ്റ് ചെയ്ത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് ഇവിടെ വെച്ച് തന്നെ ദുബായിൽ വെച്ച് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക, പൂജ നടത്തുക, ഒരുപാട് സന്തോഷം.